السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, പരിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണല്ലോ പരിശുദ്ധ റമദാൻ. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, മാനവ ചരിത്രത്തിൽ വിശുദ്ധ ഖുർആനിനെ പോലെ ദൈവികവും അമൂല്യവുമായ മറ്റൊരു ഗ്രന്ഥം ലോകത്ത് നിലനിൽക്കുന്നില്ല. എല്ലാ അർത്ഥത്തിലും പ്രൗഢിയോടുകൂടി നിലനിൽക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിന്റെ അനുയായികളാകാൻ കഴിഞ്ഞു എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെടുകയും വിൽക്കപ്പെടുകയും പാരായണം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനാണ്. ആ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത് റമദാനിലാണ് എന്ന് അല്ലാഹു തആല തന്നെ പറയുന്നു. സൂറത്തുൽ ബഖറയുടെ 185-ാം സൂക്തത്തിൽ നമുക്ക് കാണാം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അല്ലാഹു പറയുന്നു, റമദാനു ശരീഫിലാണ് ഖുർആനിനെ ഇറക്കപ്പെട്ടത്. എന്തിനു വേണ്ടിയായിരുന്നു ഖുർആനിന്റെ അവതരണം? ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ജനങ്ങൾക്ക് സന്മാർഗദർശനമായി, ജനങ്ങൾക്ക് സത്യാസത്യ വിവേചനത്തിനുള്ള മാർഗമായിട്ടാണ് പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു ഇറക്കിയത് എന്ന് അല്ലാഹു ബോധ്യപ്പെടുത്തുന്നു. തമസ്സിന്റെ കൂരിരുട്ടിൽ തപ്പിത്തടഞ്ഞ ജനങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാനാണ് ഖുർആൻ അവതരിച്ചത്. കോടാനുകോടി മനുഷ്യർക്ക് സന്മാർഗം ലഭിച്ചത് പരിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, അവതരണകാലം മുതൽ ഇന്നും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കൊടുങ്കാറ്റ് പോലെ മക്കയുടെ തെരുവോരങ്ങളിലൂടെ ആഞ്ഞടിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിന്റെ മനോഹരമായിരിക്കുന്ന പാരായണം തന്റെ കർണപുടങ്ങളിൽ പതിച്ചപ്പോൾ ഒരു മന്ദമാരുതനെ പോലെ പരിവർത്തനപ്പെടുകയായിരുന്നു. ദാറുൽ അർഖമിന്റെ കവാടത്തിൽ മുട്ടിയിട്ട് ആദരവായ നബിയോട് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ രൂപത്തിലേക്ക് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിവർത്തനപ്പെടാൻ കാരണം അത് പരിശുദ്ധ ഖുർആനിന്റെ ഹിദായത്തായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയാണ് ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചത്. ആ പരിശുദ്ധ ഖുർആൻ നിരവധി വെല്ലുവിളികളെ അതിജയിച്ചുകൊണ്ട്, കാലാന്തരങ്ങളെ അതിജീവിച്ച് ഇന്നും ഒരക്ഷരം പോലും മാറ്റിത്തിരുത്താതെ പ്രൗഢിയോടുകൂടി 14 നൂറ്റാണ്ടുകൾക്കിപ്പുറവും പ്രശോഭിച്ച് നിലകൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു, ഖുർആനിനെ ആര് തകർക്കാൻ ശ്രമിച്ചാലും, ആര് അതിനെതിരെ ഏത് തരത്തിലുള്ള കുപ്രചരണങ്ങൾ പ്രചരിപ്പിച്ചാലും അല്ലാഹുവാണ് ഖുർആനിന്റെ സംരക്ഷകൻ. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. നമ്മളാണ് ഖുർആൻ ഇറക്കിയത്, നമ്മൾ തന്നെ ഖുർആനിന്റെ കാവലാളാണ്, അതിന്റെ സംരക്ഷകൻ നമ്മൾ തന്നെയാണെന്ന് അല്ലാഹുവാണ് ബോധ്യപ്പെടുത്തി തരുന്നത്. അല്ലാഹുവാണ് അങ്ങനെ പറയുന്നത്. ആ പരിശുദ്ധ ഖുർആൻ ശരീഫ് നമുക്കതിനോട് വലിയ കടമയുണ്ട്.
വിശുദ്ധ ഖുർആനിനോടുള്ള നമ്മുടെ കടമ അത് പഠിക്കലും പാരായണം ചെയ്യലുമാണ്. ഭൂലോകത്ത് ഏറ്റവും നല്ലവൻ ആരാണെന്ന് ചോദിച്ചാൽ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ, നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണെന്ന് ഖുർആനുമായി ബന്ധപ്പെടുന്നതിന്റെ അതിന്റെ പാരായണം, അതിന്റെ പഠനം, അതിന്റെ ശ്രേഷ്ഠത തന്നെ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പാരായണത്തിന് നൽകപ്പെടുന്ന പ്രതിഫലം പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്രയും വലുതാണ്. മാത്രമല്ല, സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ കൂടുതൽ അടുപ്പമുണ്ടാവാൻ നാവ് കൊണ്ടെടുക്കുന്ന ഇബാദത്തുകളിൽ പരിശുദ്ധ ഖുർആൻ പാരായണത്തോളം വലിയൊരു ഇബാദത്ത് ഇല്ല എന്ന് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തുന്നു. അതിന്റെ പാരായണത്തിന്റെ പ്രതിഫലം ധാരാളം ഹദീസുകളിൽ നമുക്ക് കാണാം. ഒന്ന് രണ്ടെണ്ണം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ലോകനായകൻ പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധ കിതാബിൽ നിന്നൊരക്ഷരം ഒരാൾ പാരായണം ചെയ്താൽ ഫലഹു ഹസനത്തുൻ, അവനൊരു നന്മയുണ്ട്. വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ, ഒരു നന്മ എന്ന് പറഞ്ഞാൽ അത് 10 ഇരട്ടിയാണ്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ. മുത്തുനബി പറഞ്ഞു, പരിശുദ്ധ ഖുർആനിന്റെ ഒരു അക്ഷരത്തിന് 10 പ്രതിഫലം കിട്ടും പാരായണം ചെയ്യുമ്പോ. അലിഫ് ലാം മീം എന്ന് ഓതിയാണ് ഒരു അക്ഷരമാണ് എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് അലിഫ് ഒരക്ഷരമാണ്, ലാം ഒരക്ഷരമാണ്, മീം ഒരക്ഷരമാണ്. ചുരുക്കത്തിൽ അലിഫ് ലാം മീം എന്നൊരാൾ പാരായണം ചെയ്യുന്നതിലൂടെ അയാൾക്ക് ലഭിക്കാൻ പോകുന്നത് 30 പ്രതിഫലമാണെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നിങ്ങൾ നോക്ക്, മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണേ. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, പരലോകത്ത് അത് പാരായണം ചെയ്തവർക്ക് ശുപാർശകനായി അന്ത്യനാളിൽ പരിശുദ്ധ ഖുർആൻ പ്രത്യക്ഷപ്പെടുമെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ത്യനാളിന്റെ ഭീകരമുഖം അനാവരണം ചെയ്യുന്ന ഖുർആൻ വചനങ്ങളും ഹദീസ് പാഠങ്ങളും നാം പഠിച്ചിട്ടുണ്ട്, നാം മനസ്സിലാക്കിയിട്ടുണ്ട്. സൂര്യൻ ഒരു ചാൺ മുകളിൽ, ഒരു ചാൺ മാത്രം മുകളിൽ നിന്നുകൊണ്ട് കത്തിജ്വലിക്കുന്ന സന്ദർഭത്തിൽ ഒരു തുള്ളി ദാഹജലത്തിനും അല്പം തണലിനും വേണ്ടി കേഴുമ്പോൾ വിശുദ്ധ ഖുർആൻ ശുപാർശകനായി വന്നുകൊണ്ട് പറയുമത്രേ, അദ്ദേഹം എന്നെ പാരായണം ചെയ്തിട്ടുണ്ട്, അതിനാൽ അവന് വെള്ളവും തണലും നൽകി അനുഗ്രഹിക്കണേ എന്ന് അല്ലാഹുവിനോട് ശുപാർശ ചെയ്യും. എത്രത്തോളം ഇത് കാണാമെന്നോ, സ്വന്തം കുടുംബത്തിലെ നരകം നിർബന്ധമാക്കിയ 10 പേർക്ക് വേണ്ടി ശുപാർശ ചെയ്യാനുള്ള അധികാരവും ഖുർആൻ പാരായണം ചെയ്യുന്നവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നു. ഇനി ഖുർആൻ പാരായണത്തിൽ മുഴുകിയത് കാരണം മറ്റു ദുആകളും ഒക്കെ അവനക്ക് കുറഞ്ഞു പോയാൽ പോലും നിരാശപ്പെടേണ്ടതില്ല എന്നാണ്. ഇത് ഞാൻ വെറുതെ പറയല്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖുർആൻ പാരായണത്തിലും അല്ലാഹു പറയുന്നതായിട്ടാണ് മുത്തുനബി പറയുന്നത്, ഖുർആൻ പാരായണത്തിലും എന്റെ ദിക്റിലുമായി ഒരാൾ സമയം കഴിക്കുകയും അത് കാരണം തന്റെ ജീവിതാവശ്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ആവശ്യങ്ങൾ ചോദിക്കുന്നവരെക്കാൾ ഖൈറ് ഇവന് ഞാൻ നൽകുമെന്ന് അല്ലാഹു പറയുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കൽ തന്നെ ഖംസും മിനൽ ഇബാദ, 5 കാര്യങ്ങൾ ഇബാദത്തിൽപ്പെട്ടതാണ്. അതിലൊന്ന് അന്നദുറു ഇലൽ മുസ്ഹഫി, പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കൽ തന്നെ ഇബാദത്താണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കാനും അത് പാരായണം ചെയ്യാനും നമ്മൾ സമയം കാണണം. നമ്മുടെ
മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം അതിലുണ്ട്. ഓതുമ്പോൾ തന്നെ സാവകാശമോദലാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല, തിലാവത്തിന്റെ സുജൂദിന്റെ സമയങ്ങൾ വരുമ്പോ സുജൂദുകൾ ചെയ്യാം. അതോടൊപ്പം തന്നെ സൂറത്തുൽ ദുഹാ മുതൽ നാസ് വരെയുള്ള സൂറത്തുകളുടെ അവസാനത്തിൽ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലുക. ഖത്തം പൂർത്തിയാകുമ്പോ സൂറത്തുൽ നാസിൽ അവസാനിപ്പിക്കാതെ അടുത്ത ഖത്തം തുടങ്ങി വെച്ചുകൊണ്ട് ദുആ ചെയ്യുക. അഥവാ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറയിലെ ആദ്യ 5 ആയത്തുകൾ അതും കൂടി ഓതിയിട്ടാണ് ഖത്തം ദുആ നടത്തേണ്ടത്. ഖത്തമുൽ ഖുർആനിന്റെ ദുആ ഇജാബത്തുള്ള ദുആയാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ മാന്യ സഹോദരന്മാരോട് സഹോദരിമാരോട് ഇത് നമ്മൾ കാര്യഗൗരവത്തിലെടുക്കണം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് ഇതിലും വലിയൊരു അവസരം ഇനി കിട്ടാനില്ല. ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. നന്നായി വൃത്തിയായി ശബ്ദഭംഗിയോടുകൂടി പാരായണം ചെയ്യണം. നിങ്ങളിത് ഉൾക്കൊള്ളുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ഖബൂൽ ചെയ്യട്ടെ. ദുആവസിയത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.